നമ്മുടെ ഫോം ഫില്ല് ചെയ്യുന്ന പ്രോസസ്സ് ആരംഭിക്കാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് വരുന്നത് സെലക്ട് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് അസംബ്ലി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റേറ്റ് എന്നുള്ളതിൽ ആരോ കീയിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ ഡിസ്ട്രിക്ട് എന്നുള്ളതാണ്. അതിൽ ആരോ കീയിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിസ്ട്രിക്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന ഓപ്ഷനിൽ നമ്മുടെ നിയോജക മണ്ഡലം സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. അവിടെ ആരോ കീയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നിയോജക മണ്ഡലം നമ്മൾ അതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം അതിന് താഴെയായിട്ട് ഇവിടെ റെഡ് കളറിൽ നമുക്കൊരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ആധാർ കാർഡിലുള്ള പോലെ തന്നെ നമ്മുടെ പേര് എൻ്റർ ചെയ്ത് നൽകാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് OTP വെരിഫിക്കേഷനും സൈനും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് വരുന്നതായിരിക്കും. അടുത്ത സ്റ്റേജിൽ വരുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകാനാണ്. ശേഷം അവിടെ നിങ്ങളുടെ പേരൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. പേര് എൻ്റർ ചെയ്യുന്നത് ഫസ്റ്റ് നെയിം മിഡിൽ നെയിം എന്നുള്ള ആ ഒരു ഓർഡറിൽ തന്നെ കറക്റ്റായിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ നെയിം ഇംഗ്ലീഷിൽ എൻ്റർ ചെയ്തതിന് ശേഷം ആ ഒരു ബോക്സിന് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെയിം അവിടെ മലയാളത്തിൽ വരുന്നതായിരിക്കും. ഇനി മലയാളത്തിൽ വന്നതിൽ കറക്റ്റ് അല്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു നെയിം തിരുത്താനായിട്ടുള്ള ഓപ്ഷനും അവിടെ ഉണ്ട്. ശേഷം അതിന് താഴെയായിട്ട് നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്ലോഡ് ഫോട്ടോഗ്രാഫ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട സൈസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയുള്ള ചൂസ് ഫയൽ എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ ഫോട്ടോ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ഫോട്ടോ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അത് അവിടെ നിന്ന് നമുക്ക് സൂം ചെയ്യാനോ അതുപോലെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഇവിടെ താഴെയുള്ള സേവ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഹ്യൂമൻ ഫേസ് ഡിറ്റക്റ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളത് വന്നിട്ടുണ്ട്. ശേഷം നമുക്കത് ഓക്കെ എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാവുന്നതാണ്. അടുത്ത സ്റ്റേജ് വരുന്നത് നമ്മുടെ റിലേറ്റീവ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ അതിൽ നിന്ന് അവിടെ ഓപ്ഷൻ ഉള്ളത് ഫാദർ, മദർ, ഹസ്ബൻഡ്, വൈഫ്, ലോക്കൽ ഗാർഡിയൻ എന്നിങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആരുടെ പേരാണോ നമ്മൾ എൻ്റർ ചെയ്ത് നൽകുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴെ നെയിം എന്നുള്ള ഒരു ഭാഗത്ത് നമ്മുടെ റിലേറ്റീവിൻ്റെ നെയിം നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അടുത്ത സ്റ്റേജിൽ വരുന്നത് നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. അതിലൊന്നാമത്തേത് മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് സ്വന്തം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നൽകുന്നവർ സെൽഫ് എന്നുള്ളതിൽ ടിക്ക് ചെയ്തതിന് ശേഷം താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. റിലേറ്റീവ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നവർ റിലേറ്റീവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് ഇമെയിൽ ID എന്നുള്ളതാണ്. അവിടെ നിങ്ങളുടെ ഇമെയിൽ IDയും അതുപോലെ തന്നെ മുകളിൽ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് അതുപോലെ തന്നെ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.